കണ്ണൂരിലെ പയ്യന്നൂരിൽ CPM പ്രവർത്തകനെ RSSകാർ വെട്ടിക്കൊന്നു. കുന്നൂർ സ്വദേശി ധനരാജാണ് കൊല്ലപ്പെട്ടത്. ഇതേ തുടർന്ന് CPM പ്രഖ്യാപിച്ച ഹർത്താൽ പയ്യന്നൂർ മണ്ഡലത്തിൽ തുടങ്ങി. പയ്യന്നൂരിൽ ഒരു RSSകാരനും കൊല്ലപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും PV ജോഷ്ല ചേരുന്നുണ്ട്. ജോഷ്ല, സംഘർഷത്തിൽ ഇപ്പോൾ രണ്ട് മരണമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തൊക്കെയാണ് സംഭവിച്ചത്? സൗമ്യ, ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് രാമന്തളി കുന്നരുവിൽ CPM പ്രവർത്തകനെ വെട്ടിക്കൊന്നത്. CPM പ്രവർത്തകനും DYFI മുൻ വില്ലേജ് സെക്രട്ടറിയുമായ ധനരാജിനെയാണ് വെട്ടിക്കൊന്നത്. ഒരു സംഘം ആളുകൾ 3 ബൈക്കുകളിലായി വീട്ടിലെത്തി വീട്ടിൽ നിന്നും ധനരാജിനെ ഇറക്കിക്കൊണ്ടുവന്ന് വെട്ടിക്കൊല്ലുകയായിരുന്നു. ധനരാജിന്റെ ഒരു കാൽ അറ്റ നിലയിലായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ധനരാജിനെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരും വഴി മരണപ്പെടുകയായിരുന്നു. കഴിഞ്ഞ ഒരു മാസം മുൻപും ഇതേ രീതിയിൽ RSS പ്രവർത്തകർ ധനരാജിന്റെ വീട് ആക്രമിച്ചിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം നടക്കുന്നത്. RSS പ്രവർത്തകർ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് CPIM ആരോപിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം നിരവധി ആക്രമണങ്ങളാണ് കണ്ണൂരിൽ CPIM പ്രവർത്തകർക്കു നേരെയും CPIM പ്രവർത്തകരുടെ വീടിനു നേരെയും ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന ദിവസമാണ് കണ്ണൂരിൽ പിണറായിൽ CPIM പ്രവർത്തകൻ രവീന്ദ്രനെ ബോംബെറിഞ്ഞ് കൊല്ലുന്നത്. അതിനുശേഷം വീണ്ടും ഒരുപാട് ആക്രമണങ്ങൾ കണ്ണൂരിൽ CPIM പ്രവർത്തകരുടെ വീടിനു നേരെയും അതുപോലെ തന്നെ CPIM പ്രവർത്തകർക്കു നേരെയും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ തുടർച്ച എന്നോണം വളരെ ഗൂഢാലോചനയോടുകൂടി കൃത്യമായ അജണ്ടയോടുകൂടിയാണ് ഇത്തരത്തിൽ ധനരാജിനെ വെട്ടിക്കൊന്നിരിക്കുന്നത് എന്നാണ് CPIM പ്രവർത്തകരും ആരോപിക്കുന്നത്. കാരണം കൃത്യമായ അജണ്ട വെച്ച് കഴിഞ്ഞ ഒരു മാസം മുൻപ് ധനരാജിന്റെ വീടിന് നേരെ ആക്രമണം നടത്തി. അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു നിഷ്ഠൂരമായ കൊലപാതകം നടന്നിരിക്കുന്നത്. ധനരാജിന്റെ മൃതദേഹം ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടം നടക്കും. അതിനുശേഷം 11:30 പയ്യന്നൂർ ഗാന്ധി പാർക്കിലും അതിനുശേഷം 2:30 കാരന്താട് പൊതുശ്മശാനത്തിൽ സംസ്കാരവും നടക്കും. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം കാണാനായി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിക്ക് മുന്നിൽ സഹപ്രവർത്തകരും അതുപോലെ തന്നെ സഖാക്കളും കൂടി നിൽക്കുകയാണ്. പോസ്റ്റ്മോർട്ടം അല്പസമയത്തിനകം നടക്കും. ജോഷ്ല, നേരത്തെ തന്നെ ധനരാജിന് നേരെ ഇത്തരത്തിലുള്ള ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ജോഷ്ല പറഞ്ഞു. ഇത്തരത്തിൽ സ്ഥിരമായി RSS ആക്രമണങ്ങൾ നടക്കുന്ന ഒരു പ്രദേശം കൂടിയാണോ ഇത്? സൗമ്യ, ഈ സ്ഥലം CPIM-ന്റെ ശക്തി കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ യാതൊരുവിധ സംഘർഷങ്ങളും ഈ സ്ഥലത്ത് ഉണ്ടാകാറില്ല. എന്നാൽ ധനരാജിന്റെ വീടിന് നേരെ പുറത്തുനിന്നും എത്തിയ RSS സംഘം കഴിഞ്ഞ ഒരു മാസം മുൻപ് ആക്രമണം നടത്തിയിരുന്നു. ഈ രാമന്തളിയിലെ കുന്നരു എന്ന പ്രദേശം, രാമന്തളിയും അതുപോലെ പയ്യന്നൂർ അടക്കമുള്ള സ്ഥലങ്ങൾ പൊതുവെ സംഘർഷാവസ്ഥ ഇല്ലാത്ത സ്ഥലങ്ങളാണ്. ഇത്തരത്തിൽ പാർട്ടി കേന്ദ്രങ്ങളിൽ പയ്യന്നൂർ പിണറായി അടക്കമുള്ള പാർട്ടി കേന്ദ്രങ്ങളിൽ ബോധപൂർവം ആക്രമണം നടത്താനുള്ള ശ്രമമാണ് RSS നടത്തുന്നത്. അതുവഴി ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം സംഘർഷാവസ്ഥ എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് CPIM നേതാക്കൾ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. മാത്രമല്ല കുമ്മനം രാജശേഖരൻ അടക്കമുള്ളവർ പിണറായിലടക്കം എത്തി ഇത്തരത്തിൽ തങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടക്കുന്നതെന്ന് വരുത്തി തീർക്കുകയും അതിനുശേഷം CPIM നേതാക്കളുടെയും CPIM പ്രവർത്തകരുടെയും വീടിന് നേരെയും CPIM പ്രവർത്തകർക്കു നേരെയും ആക്രമണം നടത്തുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിരിക്കുന്നത്. സൗമ്യ, ഒരുപക്ഷെ ജോഷ്ല, അത്തരത്തിൽ പിന്നീട് പരസ്പര സംഘർഷങ്ങൾ ഉണ്ടായി ഒരു RSSകാരൻ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു സാഹചര്യവും ആ വിധത്തിൽ തന്നെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് ഇപ്പോൾ ജോഷ്ല സൂചിപ്പിച്ചതുപോലെ? സൗമ്യ, തീർച്ചയായും സംസ്ഥാനത്ത് ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം ബോധപൂർവം സംസ്ഥാനത്ത് ആക്രമണങ്ങൾ നടക്കുകയാണ്, സംഘർഷാവസ്ഥയാണ് ഉള്ളത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗം എന്നാണ് CPIM പ്രവർത്തകരടക്കം ഇതിനെ ഇത്തരമൊരു ആക്രമണങ്ങളെ നോക്കിക്കാണുന്നത്. അതിന്റെ ഭാഗം തന്നെയാണ് എന്ന് വേണം പറയാൻ. ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷമാണ് കണ്ണൂരിലടക്കം ആക്രമണങ്ങൾ സ്ഥിരമായി CPIM പ്രവർത്തകർക്കു നേരെ ആക്രമണങ്ങൾ നടക്കുന്നു. എന്നാൽ പ്രത്യാക്രമണങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്നലെ അതിദാരുണവും നിഷ്ഠൂരമായ ഒരു കൊലപാതകം 10:30 സംഭവിക്കുന്നു. അതിനുശേഷമാണ് RSS പ്രവർത്തകൻ കൊല്ലപ്പെടുന്നത്. അത് തീർച്ചയായും സംസ്ഥാനത്ത് ഒരു സംഘർഷാവസ്ഥ ഉണ്ടാക്കിയെടുക്കാനുള്ള ബോധപൂർവമായ RSSന്റെ അജണ്ടയുടെ ഭാഗമാണ് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് ജോഷ്ല, കണ്ണൂരിലെയാണ് ഇത്തരക്കാർ ലക്ഷ്യമിടുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പ് കൂടി കൈയാളുന്ന മുഖ്യമന്ത്രിയുടെ മേഖല അല്ലെങ്കിൽ ജില്ലയിൽ അല്ലെങ്കിൽ ആ മേഖല കേന്ദ്രീകരിച്ചൊക്കെയാണ് തുടർച്ചയായി ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. ഇതിനു മുൻപുണ്ടായ, പ്രത്യേകിച്ച് ജോഷ്ല സൂചിപ്പിച്ച പോലെ തെരഞ്ഞെടുപ്പിന്റെ അന്ന് തന്നെ ഇത്തരം അനിഷ്ട സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ ഇത്തരം കൂടുതൽ പോലീസുകാരെയൊക്കെ വിന്യസിക്കുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങേണ്ട ഒരു അവസ്ഥയാണോ അവിടെ ഉള്ളത്?
തീർച്ചയായും സൗമ്യ, സ്ഥലത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിക്കുക, പ്രത്യേകിച്ച് കണ്ണൂരിൽ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുക, കണ്ണൂരിൽ ആക്രമണത്തിന്റെ കേന്ദ്രമാണെന്ന് വരുത്തി തീർക്കുക എന്നുള്ള ബോധപൂർവമായ അജണ്ടയുടെ ഭാഗമായി എന്ന് വേണം വിലയിരുത്താൻ. കണ്ണൂരിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നിരവധി സ്ഥലങ്ങളിൽ മട്ടന്നൂർ, ഇരിട്ടി ഭാഗങ്ങളിലും അതുപോലെ തന്നെ മുഴപ്പിലങ്ങാട് ഭാഗത്തും അഴീക്കോട് ഭാഗങ്ങളിലും പാർട്ടി ശക്തി കേന്ദ്രമായ എല്ലാ സ്ഥലങ്ങളിലും പിണറായി, പയ്യന്നൂർ എന്നീ സ്ഥലങ്ങളിലടക്കം നിരവധി ആക്രമണങ്ങളാണ് CPM പ്രവർത്തകരുടെ വീടിന് നേരെയും അത് മാത്രമല്ല CPM പ്രവർത്തകരുടെ വീടുകളിൽ കയറി സ്ത്രീകളെ അടക്കം ആക്രമിക്കുന്ന അവസ്ഥ മട്ടന്നൂരിലുണ്ടായിട്ടുണ്ട്, ഇരിട്ടിയിലുണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ സ്ത്രീകളടക്കം ആക്രമിച്ച് വസ്ത്രമടക്കം വലിച്ചു കീറി ആശുപത്രിയിൽ അഡ്മിറ്റ് ആകേണ്ട ഒരവസ്ഥ കഴിഞ്ഞ ഒരു മാസം മുൻപ് കണ്ണൂരിലുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ഏകപക്ഷീയമായ ആക്രമണങ്ങളായിരുന്നു. ഈ ആക്രമണങ്ങൾ ഒരു പ്രത്യാക്രമണം പ്രതീക്ഷിച്ചുകൊണ്ട് കൃത്യമായും സംഘർഷാവസ്ഥ കണ്ണൂരിലുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു അജണ്ടയുടെ ഭാഗമാണ് എന്ന് CPIM നേതാക്കൾ തന്നെ നേരത്തെ ആരോപിച്ചിരുന്നു. അത്തരത്തിൽ CPIM നേതാക്കളുടെ ആരോപണങ്ങൾ ശരിവെക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ജോഷ്ലിയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. കൃഷിയെ ജനകീയ പ്രസ്ഥാനമാക്കാൻ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് മന്ത്രി VS സുനിൽകുമാർ. മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുന്ന ഉന്നതതല യോഗം അടുത്തു തന്നെ നടക്കുമെന്നും കൃഷിമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. വിവരങ്ങളുമായി ജീവൻ കുമാർ ചേർന്നുണ്ട്. ജീവൻ, സഭയിൽ നിന്നുള്ള വിവരങ്ങൾ. സൗമ്യ, കൃഷിയെ ജനകീയ പ്രസ്ഥാനമാക്കുന്നതിനുള്ള എല്ലാവിധമായ നടപടികളും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുമെന്ന് കൃഷിമന്ത്രി VS സുനിൽകുമാർ സഭയിൽ ഉറപ്പു നൽകി. കൃഷി വകുപ്പിന്റെ മാർക്കറ്റിംഗ് സമ്പ്രദായം കഴിഞ്ഞ കുറെ നാളുകളായി കാര്യക്ഷമമല്ല. അത് കാര്യക്ഷമമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. കരുതൽ കൃഷി വ്യാപിപ്പിക്കുന്നതിനുള്ള എല്ലാ പിന്തുണയും സർക്കാർ വാഗ്ദാനം ചെയ്യുന്നു. മെത്രാൻ കായലിലടക്കം കൃഷി ഇറക്കാനായി സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. കൃഷിയെ ജനകീയ പ്രസ്ഥാനമാക്കുന്നതിന്റെ ഭാഗമായ അടുത്തു തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരും. അതിൽ സഹകരണ തദ്ദേശ വകുപ്പ് മന്ത്രിമാരെയും ക്ഷണിക്കും. കുടുംബശ്രീ പ്രസ്ഥാനങ്ങളോട് ഒപ്പം ചേർന്നുകൊണ്ട് മട്ടുപ്പാവ് കൃഷിയടക്കം വ്യാപകമാക്കുന്നതിന് ഉള്ള നടപടികൾ സ്വീകരിക്കും. നിലവിൽ സംസ്ഥാനത്തെ പച്ചക്കറി ഉപഭോഗം വർദ്ധിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ വളരെ കുറച്ച് പച്ചക്കറികൾ മാത്രമാണ് സംസ്ഥാനത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത്. ഉൽപാദനം കൂട്ടുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കും. ഒപ്പം മഞ്ജു വാര്യരെ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ ആക്കുമോ എന്ന ഗീതാ ഗോപി MLAയുടെ ചോദ്യത്തിന് കൃഷിക്കാരുടെ ബ്രാൻഡ് അംബാസിഡർമാരെ കൃഷിക്കാർ തന്നെയായിരിക്കും എന്ന മറുപടിയും VS സുനിൽകുമാർ നൽകിയിട്ടുണ്ട്. സൗമ്യ, ബാർകോഴ കേസ് തിരുവനന്തപുരം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും. മുൻ ധനകാര്യമന്ത്രി KM മാണിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ട് അംഗീകരിക്കണമോ എന്നത് സംബന്ധിച്ച് ഇന്ന് തീരുമാനം കൈക്കൊള്ളും. റിപ്പോർട്ട് അംഗീകരിക്കരുതെന്ന് ചൂണ്ടിക്കാട്ടി VS ഉൾപ്പെടെയുള്ളവർ കോടതിയെ സമീപിച്ചിരുന്നു. കോഴ വാങ്ങിയതിന് മാണിക്കെതിരായി തെളിവില്ലെന്നായിരുന്നു വിജിലൻസ് റിപ്പോർട്ട്. ആഭ്യന്തര സുരക്ഷാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനായി കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗം വിളിച്ചു ചേർത്ത ഉന്നതതല യോഗം ഇന്ന് ദില്ലിയിൽ. കേരളത്തിലെ IS സ്വാധീനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ ഇന്റലിജൻസ് ADGP R ശ്രീലേഖ യോഗത്തിൽ വിശദീകരിക്കും. യോഗത്തിൽ പങ്കെടുക്കാനായി ദില്ലിയിലെത്തിയ ഇന്റലിജൻസ് ADGP R ശ്രീലേഖ ഇന്നലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ന് ചേരുന്ന ഉന്നതതല യോഗത്തിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ IS സ്വാധീനം പ്രധാന ചർച്ചയാകും. കേരളത്തിൽ നിന്നും ദുരൂഹ സാഹചര്യങ്ങളിൽ കാണാതായവർ ISൽ എത്തിയിട്ടുണ്ടെന്ന കാര്യം അതീവ ഗൗരവമായാണ് കേന്ദ്ര സർക്കാർ കാണുന്നത്. രാജ്യത്ത് ISന്റെ ആശയപ്രചരണവും റിക്രൂട്ടിംഗും തടയുന്നതിനാവശ്യമായ മുൻകരുതലുകളെക്കുറിച്ച് ഇന്ന് ചേരുന്ന ഉന്നതതല യോഗം ചർച്ച ചെയ്യും. കേരളത്തിലെ സാഹചര്യങ്ങൾ ADGP R ശ്രീലേഖ യോഗത്തിൽ വിശദീകരിക്കും. കാണാതായവരെക്കുറിച്ചുള്ള വിവരങ്ങൾ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ, റോ തുടങ്ങിയ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചു വരികയാണ്. ചിലർ അഫ്ഗാനിസ്ഥാനിൽ എത്തിപ്പെട്ടതായി വിവരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് ഇവർ എങ്ങോട്ട് നീങ്ങി എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. പാലക്കാട് നിന്ന് ഒരാളെ കൂടി കാണാതായതായി പരാതി. കഞ്ചിക്കോട് താമസിക്കുന്ന മലപ്പുറം സ്വദേശി ഷിബിയെ കാണാനില്ലെന്ന് ബന്ധുക്കൾ പാലക്കാട് SP-ക്ക് പരാതി നൽകി. യാക്കരയിൽ നിന്ന് കാണാതായ ഈസയുടെ സുഹൃത്താണ് ഷിബി. ഒമാനിലേക്ക് മതപഠനത്തിനെന്ന് പറഞ്ഞാണ് ഷിബി കഞ്ചിക്കോട്ടെ സഹോദരന്റെ വീട്ടിൽ നിന്നും പോയത്. ജൂൺ 2-ന് പോയ ഷിബിയെ ബന്ധപ്പെടാൻ പിന്നീട് വീട്ടുകാർക്ക് കഴിഞ്ഞിട്ടില്ല. പെരുന്നാൾ ആശംസയുമായി മെസ്സേജ് ലഭിച്ചെങ്കിലും ഈ നമ്പറിൽ വിളിക്കാൻ കഴിയുന്നില്ല. IS ബന്ധം സംശയിക്കുന്ന പാലക്കാട് യാക്കരയിലെ സഹോദരങ്ങൾ ഒരാളായ ഈസയുടെ സഹപാഠിയും സുഹൃത്തുമാണ് ഷിബി. ഈസയ്ക്കും സഹോദരനും IS ബന്ധം സംശയിക്കുന്ന സാഹചര്യത്തിലാണ് ഷിബിയുടെ സഹോദരൻ SP-ക്ക് പരാതി നൽകിയതെന്ന് അഡ്വക്കേറ്റ് വിനോദ് പറഞ്ഞു. ഷിബി എന്നൊരാൾ കഴിഞ്ഞ മാസം 2-ാം തീയതി ഒമാനിലേക്ക് പോയി. അയാൾ തിരിച്ചെത്തിയിട്ടില്ല. അപ്പോൾ അയാൾ ഈ ബെക്സൺ അവരുടെ ഒരു സുഹൃത്തായതുകൊണ്ട് വീട്ടുകാർക്ക് അതൊരു സംശയം തോന്നിയതുകൊണ്ട് അവരൊരു SP-ക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അത് പ്രകാരം പോലീസ് അന്വേഷിച്ച് ഒരു തീരുമാനം എടുക്കട്ടെ. അപ്പോൾ ബെക്സൻ്റെയും മറ്റുമൊക്കെ സുഹൃത്തായതുകൊണ്ടും
ഇയാൾ കുറച്ച് റിലീജിയസ് ആയിട്ട് കൂടുതൽ ചിന്തിച്ചു തുടങ്ങിയതുകൊണ്ടും വീട്ടുകാർക്കൊരു സംശയത്തിൻ്റെ പുറത്ത് അയാൾ തിരിച്ചെത്തേണ്ട സമയം കഴിഞ്ഞപ്പോൾ എസ് പിയോട് പരാതി പറഞ്ഞു. അത് കസബ പോലീസ് സ്റ്റേഷനിൽ FIR ഇട്ട ശേഷം ബാക്കി പോലീസ് അന്വേഷിക്കും. സഹോദരനൊപ്പം കഞ്ചിക്കോട്ടിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഷിബി. സന്ദർശക വിസയിലാണ് 31-കാരനായ ഇയാൾ ഒമാനിലേക്ക് പോയത്. പാലക്കാട് നിന്ന് കാണാതായവരെക്കുറിച്ചും പ്രത്യേക പോലീസ് സംഘം അന്വേഷിക്കും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കാസർഗോഡ് നിന്നും ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ ഫിറോസ് ഖാൻ മുംബൈയിൽ പിടിയിലായെന്ന വാർത്ത ഇന്റലിജൻസ് വൃത്തങ്ങൾ നിഷേധിച്ചു. ഫിറോസ് ഖാൻ ഈ മാസം 5-ന് വിദേശത്തേക്ക് കടന്നതായാണ് വിവരം. IS ബന്ധം സംശയിക്കുന്ന ഫിറോസ് ഖാൻ മുംബൈയിൽ പിടിയിലായെന്നും രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്നും നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അതേസമയം കാണാതായവരുടെ IS ബന്ധം സ്ഥിരീകരിക്കാനായിട്ടില്ലെന്നും അന്വേഷണം നടത്തുകയാണെന്നും കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജ്ജു വ്യക്തമാക്കി. കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാന് ഇന്ത്യയുടെ മുന്നറിയിപ്പ്. പ്രശ്നം ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യോഗം വിളിച്ചു ചേർത്തു. സൈനിക നടപടിയിൽ ഹിസ്ബുൾ മുജാഹിദ്ദീൻ കമാൻഡർ ബുർഖാൻ വാനി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ജമ്മു കാശ്മീരിലുണ്ടായ സംഘർഷം തുടരുന്നു. പോലീസ് വെടിവെപ്പിലും ഏറ്റുമുട്ടലിലും കൊല്ലപ്പെട്ടവരുടെ എണ്ണം 30ആയി. ബാങ്ക് ജീവനക്കാർ ഇന്നും നാളെയുമായി നടത്താനിരുന്ന രാജ്യവ്യാപക പണിമുടക്ക് പിൻവലിച്ചു. ദില്ലി ഹൈക്കോടതി വിലക്കിയതിനെ തുടർന്നാണ് പണിമുടക്ക് പിൻവലിച്ചത്. പണിമുടക്കിനെതിരെ ബാങ്ക് മാനേജ്മെന്റുകൾ നൽകിയ ഹർജി പരിഗണിച്ചാണ് കോടതിയുടെ ഉത്തരവ്. SBIയിൽ അസോസിയേറ്റ് ബാങ്കുകളെ ലയിപ്പിക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്കിന് ആഹ്വാനം നൽകിയിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ പ്രത്യേക അനുമതിയോടെ ബംഗളൂരുവിൽ നിന്നും കേരളത്തിലെത്തിയ PDP ചെയർമാൻ അബ്ദുൽ നാസർ മാദനി ഇന്ന് മടങ്ങും. രാത്രി 10-ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നാകും മാദനി ബംഗളൂരുവിലേക്ക് മടങ്ങുക. അർബുദ ചികിത്സയിൽ കഴിയുന്ന മാതാവിനെ സന്ദർശിക്കാൻ 8 ദിവസത്തെ അനുമതിയാണ് മദനിക്ക് സുപ്രീം കോടതി നൽകിയത്. കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് മദനി കേരളത്തിലെത്തി. ഒരാഴ്ചയായി അൻവാർശേരിയിൽ തങ്ങുന്ന മദനിക്ക് കനത്ത സുരക്ഷയാണ് കർണാടക പോലീസ് ഒരുക്കിയത്. സന്ദർശകർക്കും മാധ്യമങ്ങൾക്കും നിയന്ത്രണമുണ്ട്. വൃക്കരോഗം മൂർച്ഛിച്ചതിനാൽ ഒരു ദിവസം ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഇതിനിടെ ഭാര്യാമാതാവ് ഫാത്തിമ ബീവി മരണപ്പെട്ടു. ഇന്നുച്ചയ്ക്ക് അൻവാർശേരിയിൽ നടക്കുന്ന മധ്യാഹ്ന നമസ്കാരത്തിന് ശേഷം 3 മണിക്ക് മദനി തിരുവനന്തപുരത്തേക്ക് തിരിക്കും. നൂറുകണക്കിന് PDP പ്രവർത്തകരുടെ അകമ്പടിയോടെയാണ് യാത്ര. ഭാര്യ സൂഫിയ മദനിയും ഒപ്പമുണ്ട്. വൈകിട്ട് കഴക്കൂട്ടം അൽസാജ് ഹോട്ടൽ വെച്ച് സായാഹ്ന നമസ്കാരം. പിന്നീട് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക്. ബംഗളൂരുവിൽ നിന്ന് വന്നപ്പോൾ വിവാദമായ ഇൻഡിഗോ എയർലൈൻസ് വിമാനത്തിൽ തന്നെയാണ് മടക്കയാത്രയും. ബംഗളൂരു സ്ഫോടന കേസിലെ വിചാരണ നടപടികൾ പുനരാരംഭിക്കുന്ന വരുന്ന ശനിയാഴ്ച ബംഗളൂരു NIA കോടതിയിൽ മദനി ഹാജരാകും. വിചാരണ 2 വർഷത്തിനുള്ളിൽ തീർക്കാമെന്നാണ് NIA കോടതി സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കാസർഗോഡ് നിന്നും കാണാതായ റിഫൈല വീട്ടിലേക്ക് സന്ദേശം അയച്ചു. താൻ സുരക്ഷിതയാണെന്നും ഉടൻ ജോലിയിൽ പ്രവേശിക്കുമെന്നും റിഫൈല അച്ഛനയച്ച വോയിസ് മെസ്സേജിൽ പറയുന്നു. എന്നാൽ ഇപ്പോൾ എവിടെയാണുള്ളതെന്ന് റിഫൈല വിശദീകരിച്ചിട്ടില്ല. പളനിയിൽ നിന്നും കാണാതായ ഇജാസിന്റെ ഭാര്യയാണ് റിഫൈല. വിവരങ്ങളുമായി സണ്ണി ജോസഫ് ചേരുന്നുണ്ട്. സണ്ണി, ആശ്വാസകരമായ ഒരു റിപ്പോർട്ട് കൂടിയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നത്? സൗമ്യ, ഇത് സംബന്ധിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വലിയൊരു ഇൻഫർമേഷനാണ് റിഫൈലയുടെ ടെലിഫോൺ സന്ദേശം. അവരുടെ നീലേശ്വരത്ത്, കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്തുള്ള വീട്ടിലേക്ക് അവരുടെ അച്ഛനും അമ്മയ്ക്കാണ് മെസ്സേജ് വന്നത്. ഇതിൽ താങ്കൾ സുരക്ഷിതരാണെന്നും ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയാണെന്നും മറ്റ് ആശങ്കയ്ക്ക് വകയില്ലെന്നുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. അതേസമയം ഇവരെവിടെയാണെന്നുള്ള കാര്യത്തിൽ ഇതിന് വ്യക്തതയില്ല. ഇവരുടെ ഭർത്താവിന്റെ സഹോദരൻ ഡോക്ടർ ഇജാസിന്റെ ഭാര്യയാണ് റിഫൈല. ഡോക്ടർ ഇജാസിന്റെ സഹോദരൻ ഷിഫാസും ഭാര്യയും നേരത്തെ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ബംഗളൂരിൽ നിന്നും അവര് കുവൈത്ത് എയർലൈൻസിൽ ടെഹ്റാനിലേക്ക് പോയതായി വിവരം ലഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇവർ ബംഗളൂരിൽ നിന്നും ഒമാൻ വഴി ടെഹ്റാനിലേക്ക് എത്തിയതാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ട് ടെഹ്റാനിലേക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് പോകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ IS-മായി, കാരണം കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള IS റിക്രൂട്ട്മെന്റിന് നേതൃത്വം നൽകിയതിൽ ഒരു പ്രധാനി ഡോക്ടർ ഇജാസ് ആണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ആൾ എഞ്ചിനീയർ റാഷിദാണ്. ഇവര് രണ്ടുപേരും ഒന്നിച്ചാണ് മറ്റു റിക്രൂട്ട്മെന്റ് പൂർണ്ണമായും നടത്തിയെന്നാണ് ഇന്റലിജൻസിൽ വെച്ചുള്ള വിവരങ്ങൾ. അതിനടിസ്ഥാനത്തിൽ ജോലി ലഭിച്ചു എന്ന നിലയിലുള്ള സന്ദേശം തീർച്ചയായിട്ടും ബന്ധുക്കളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയായിരിക്കും ഇവർ IS കേന്ദ്രങ്ങളിൽ എത്തിയെന്ന് തന്നെയാണ് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്നലെ വീട്ടിലേക്ക് വന്ന ടെലിഫോൺ സന്ദേശത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് ഇവർ ടെഹ്റാനിൽ ഉണ്ട് എന്ന നിലയിൽ തിരിച്ചുള്ള ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറുകൾ കൊടുക്കാതിരിക്കുകയും അതുപോലെ തന്നെ എവിടെയാണെന്ന് വ്യക്തത വരുത്താതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇവരുടെ IS ബന്ധം കൂടുതൽ സ്ഥിരീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. സൗമ്യ, ഒരുപക്ഷെ മറ്റ് ആൾക്കാരുടെ കൂടി വിവരങ്ങൾ ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് റിഫൈലയുടെ ഈ ഒരു മെസ്സേജുമായി ബന്ധപ്പെട്ട് ലഭിക്കുമെന്നൊരു വിശ്വാസത്തിൽ തന്നെയാണ് ഉള്ളത്.
തീർച്ചയായിട്ടും ഷിഫാസിൽ നിന്ന് ഭർത്താവിന്റെ സഹോദരൻ ഷിഫാസിൽ നിന്നും അദ്ദേഹത്തിന്റെ ഭാര്യയൊന്നും കോൾ വന്നിട്ടില്ല. അവരെ സംബന്ധിച്ചൊന്നും മെസ്സേജിൽ പറയുന്നില്ല. മാത്രമല്ല ഇപ്പോൾ വളരെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ UAE-യിൽ നിന്നും ഷാർജയിൽ നിന്നും അബുദാബിയിൽ നിന്നും കേരളത്തിലേക്ക് വന്ന കാണാതായി എന്ന് പറയുന്ന 2 യുവാക്കൾ ഇതിനിടെ മുംബൈയിൽ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്.